ഹലോ, ടെക്നോ ടിപ്സറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വണ്ടിയുടെ ക്രാങ്കിലെ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഡാമേജ് ആയതുകൊണ്ട് സ്റ്റക്കായി എഞ്ചിൻ സ്റ്റോപ്പായ വണ്ടിയുടെ എഞ്ചിൻ റീബിൽഡ് ചെയ്യാനായി ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ ഡിസസംബിൾ ചെയ്യണമല്ലോ. ഈ വീഡിയോ സീരീസിലെ പാർട്ട് 6 വീഡിയോ ആണ് ടെക്നോ ടിപ്സറിയിൽ ഇന്ന്. ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തുടർ വീഡിയോകളുടെ ലിങ്കുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ക്രാങ്ക് കേസ് ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ ഇനി പോകുന്നത്. അതിനുവേണ്ടി ഇനി കാണിക്കുന്ന 7 ബോൾട്ടുകൾ നമുക്ക് ഊരിയെടുക്കാനുണ്ട്. ഒരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഈ 7 ബോൾട്ടുകളും ഊരിയെടുക്കാം. ഈ ബോൾട്ടുകളിൽ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിന് തൊട്ട് താഴെയായി വരുന്നതായി ഈ ബോൾട്ടിന് ഒരല്പം നീളക്കുറവുണ്ട്. എല്ലാ ബോൾട്ടുകളും എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് എൻജിൻ ഇതുപോലെ കമഴ്ത്തി വയ്ക്കാം. ഒരു സോഫ്റ്റ് ഹാമർ ഉപയോഗിച്ച് ഷാഫ്റ്റുകളിൽ ഇതുപോലെ മാറി മാറി തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ക്രാങ്ക് കേസ് സെപ്പറേറ്റ് ആക്കി എടുക്കാവുന്നതാണ്. കണക്റ്റിംഗ് റോഡിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം മെല്ലെ ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് ക്രാങ്ക് പൊക്കിയെടുക്കാനാവും. കണക്റ്റിംഗ് റോഡിൽ നിന്ന് പിസ്റ്റൺ ഇനി നമുക്ക് വേർപെടുത്തിയെടുക്കാം. അതിനുവേണ്ടി ഇതാ ഇവിടെ കാണുന്ന പിസ്റ്റണിൻ്റെ ലോക്ക് ക്ലിപ്പ് ഒരു കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ കുത്തിപ്പൊക്കി ഊരിയെടുക്കാവുന്നതാണ്. ഇതാണ് പിസ്റ്റൺ പിന്നിൻ്റെ ലോക്ക് ക്ലിപ്പ്. ഇനി പിസ്റ്റണിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ പിടിച്ചു കൊടുത്തുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മെല്ലെ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിസ്റ്റൺ ഊരിയെടുക്കാവുന്നതാണ്. ക്രാങ്കിലെ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഡാമേജ് ഉണ്ടോ എന്നറിയാൻ ഇതുപോലെ പിടിച്ചുകൊണ്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ ടിക് ടിക് ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ ഡാമേജ് ആയ ക്രാങ്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഈ വണ്ടിയുടെ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഡാമേജായി വണ്ടിയുടെ ക്രാങ്ക് സ്റ്റക്കായ അവസ്ഥയിലായിരുന്നു. ഒരു ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് റീസെറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഗിയർ ബോക്സ് ഡിസസംബ്ലിംഗ് ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അത് തൽക്കാലം നമുക്ക് എൻജിൻ ഡിസസംബ്ലിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്